നമ്മുടെ അളിയന് അങ്ങനെ ഇരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണമെന്ന് തോന്നും കേട്ടോ. അങ്ങനെ ഇന്ന് പുള്ളിയുടെ വക കലാപരിപാടികളായിരുന്നു. ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മസാലയായിരുന്നു, അത് കാണുമ്പോൾ തന്നെ അറിയാലോ. അങ്ങനത്തെ കുട്ടികളൊക്കെ കൂടി കനൽ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ പോയിട്ട് ആ കമ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് എന്തോ ഒരു മിക്സ് കുപ്പിയിൽ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. അതിനെന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നൊന്നും അറിയില്ല. അതൊക്കെ പുള്ളിയുടെ സീക്രട്ട് റെസിപ്പിയാണ് കേട്ടോ, നമുക്കതൊന്നും അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് നിധിമോൾ വന്നപ്പോഴത്തേക്ക് നിധിമോളെ കളിപ്പിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അജ്മീറും ബെൻസിത്തായും അളിയനും ഫവാസും എല്ലാവരും കൂടെ കൂടിയിട്ട് അത് റെഡിയാക്കി. ആ സമയം കൊണ്ട് ഞാനും ഇക്കായും കൂടെ പോയിട്ട് കടയിൽ നിന്ന് പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ മയണൈസും സാലഡൊക്കെ അവർ തന്നെ റെഡിയാക്കിയായിരുന്നു കേട്ടോ. പിന്നെന്താണ്, ചോറ് കറികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴിക്കാനിരുന്നതാണ്. ആ സമയത്ത് ഇക്കാക്ക് എന്തോ കോള് വന്നപ്പോൾ ഇക്ക അങ്ങോട്ട് പോയി. സോ ഇക്ക വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിത് ഓൾറെഡി അറിയാവുന്നതാണ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്തോരം ഉണ്ടെന്നുള്ളത്. കാരണം ആദ്യമായിട്ടല്ല അളിയൻ ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ എപ്പോഴും തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നതാണ്.